എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ? വായോ. ഉള്ള പാത്രം വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, ചിക്കൻ ഇട്ടു, ശകലം കുരുമുളക് പൊടി ഇട്ടു. ഇനി ഇത് മൂടി വെച്ച് ചിക്കനകത്തുള്ള വെള്ളം എല്ലാം ഇറക്കാം. നമ്മൾ ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു, അതിനകത്ത് ഒരു കറുകപ്പട്ട, 4 ഏലക്ക, 3 ഗ്രാമ്പു ഇത്ര ഇട്ടു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്നിച്ചിടാം. ഉള്ളി ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് കൊടുക്കാം. അങ്ങനെ വഴറ്റാതെ തന്നെ ഇടുന്നവരും ഉണ്ട്. അതുകൂടാതെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ് ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി നമ്മുടെ ഇപ്പോൾ ചിക്കൻ വെള്ളമെല്ലാം ഇറങ്ങി പകുതി വെന്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ എല്ലാം ഇട്ട് ഞാൻ ചിക്കൻ അടുപ്പേ വെച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടെ നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തന്നെ നമുക്ക് ഇച്ചിരി ചൂട് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം വേകാൻ വേണ്ടി. എന്നിട്ട് ഇളക്കി അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആ സമയം 2-3 ഗ്രാമ്പു, 2-3 ഏലയ്ക്ക, 2 കഷ്ണം കറുകപ്പട്ട, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉളുപ്പ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി തക്കാളി. നമ്മൾ ഇതിനകത്തേക്ക് അരച്ചരിച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മസാല എല്ലാം കൂടെ ഒഴിക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് 2ാം പാൽ ഒഴിക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 1ാം പാൽ ഒഴിക്കാം. നന്നായിട്ട് തിളച്ച് ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാകാവുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് വാങ്ങാം. സ്റ്റൂടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും കുറച്ച് ടൊമാറ്റോയും പിന്നെ ടൊമാറ്റോ എല്ലാം ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് മുന്തിരിങ്ങ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടുപോയി. കുറച്ച് കുരുമുളകും, തലപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളകും, കുറച്ച് 1 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.